ഇസ്ലാം മതത്തെ പറയുന്നതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അല്ലാഹു എന്ന പദത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. കാരണം ഇസ്ലാം മതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം അല്ലാഹു എന്ന ദൈവത്തിന്റെ ആ പേരിലേക്ക് നാം എത്തുകയാണ്. അൽ എന്നതും ഇലാഹ് എന്നതും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് അല്ലാഹ് എന്ന് പേര് വരുന്നത്. ഇത് അറബി ഭാഷയിലെ ഒരു പ്രധാന പദോൽപത്തിയാണ്. മിക്ക അറബി ഭാഷാ പണ്ഡിതരുടെയും അഭിപ്രായത്തിൽ ഇലാഹ് ദൈവം, അൽ ദി അല്ലെങ്കിൽ ഇത് രണ്ടും ചേരുമ്പോഴാണ് അല്ലാഹു എന്ന പേര് അല്ലെങ്കിൽ അല്ലാഹ് എന്ന പേര് വരുന്നത്. അൽ പ്ലസ് ഇലാഹ് ദാറ്റ്സ് ഈക്വൽ ടു അൽ ഇലാഹ്. അള്ളാ എന്ന് നമ്മൾ പറയാറുണ്ട്. പലരും പല രീതിയിലാണ് അള്ളാ എന്ന് പറയുന്നത്. ചില അല്ലാഹു എന്ന് പറയും, ചില അള്ളാ എന്ന് വിളിക്കും. അത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അറിവിന്റെയും അനുസരിച്ചാണ് അതിലുള്ള വ്യതിയാനങ്ങൾ വരുന്നത്. ആക്ച്വലി അത് വരുന്നത് അൽ പ്ലസ് ഇലാഹ് ദാറ്റ്സ് ഈക്വൽ ടു അൽ ഇലാഹ്, അല്ലാഹ്. അതാണ് അല്ലാഹ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ ഇലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നത് മറ്റൊരു തലത്തിലാണ്. കാരണം അറബി ഭാഷയിൽ ഇലാഹ് ദൈവമാകുമ്പോൾ ഹിബ്രു ഭാഷയുമായി ബന്ധമുണ്ട്. ഇത് രണ്ടും സെമിറ്റിക് ഭാഷകൾ തന്നെയാണ്. അതിൽ ഇലോഹിം എന്ന പദമാണ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദൈവങ്ങൾ എന്ന ബഹുവചന രൂപത്തിലും ഇലോഹിം എന്ന് ഉപയോഗിക്കാറുണ്ട്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ സൃഷ്ടികർമ്മം ചെയ്യുന്ന, സൃഷ്ടിക്കുന്ന ദൈവം, അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിബ്രു മൂലത്തിൽ ഉപയോഗിക്കുന്നത് ഇലാഹ് എന്ന പദമല്ല, ഇലോഹിം എന്ന പദമാണ്. ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് തന്നെ അറിയുക. ഹിബ്രു ഇലോഹിയും അറബി ഇലാഹ് എന്ന പദവും ഭാഷാശാസ്ത്രപരമായ അടുത്ത ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത്. ഇലോഹിം ഹിബ്രു പദം ദൈവ സൂചക പദമാണ്, ദൈവം എന്നാണ്. ഇലോഹിം എന്നല്ല, ഇല്ലോഹ്. ഹിബ്രുവിലെ ഏകവചന രൂപം ഇല്ലോഹ്, ഇലോഹിം ബഹുവചന രൂപം ഇല്ലാഹ്. ഇലാഹ് അറബിയിൽ ദൈവം അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അറബിയിലെ ദൈവം എന്ന പേരിന് അല്ലാഹ് എന്നാണ് നാം പറയുന്നതും കേൾക്കുന്നതും. ഇലാഹ് എന്ന പദം ഇലോഹിമിൽ നിന്ന് നേരിട്ട് വന്നതാണ് എന്ന് പറയുന്നതിന് പകരം മറ്റൊരു തരത്തിൽ പറയാനാകും. ഒരു പുരാതന സെമിറ്റിക് ഭാഷ വേര് അല്ലെങ്കിൽ ലാംഗ്വേജ് റൂട്ടുമായി ബന്ധമുള്ള പദങ്ങളാണ് ഇവ രണ്ടും എന്ന് പറയുന്നതാകും കൂടുതൽ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പ്രധാന വ്യത്യാസം എന്ന് പറയാവുന്നത് ഇലോഹിം എന്നത് ഹിബ്രുവിലെ രൂപമാണ്, ഇലാഹ് എന്നുള്ളത് അറബിയിലെ മറ്റൊരു രൂപമാണ്. എന്നാൽ ഇലോഹിമാണ് ഇലാഹ് എന്ന പദപരിണാമമെന്ന് തെളിയിക്കപ്പെട്ടില്ല. കാരണം എന്താണ്? രണ്ടും രണ്ട് ഭാഷയാണ്. കാരണം നമ്മൾ മലയാളത്തിൽ ശരി എന്ന് പറയുമ്പോൾ തമിഴർ പറയും ആമ എന്ന് പറയും. രണ്ടും തമ്മിൽ അർത്ഥത്തിൽ ഒന്നാണെങ്കിലും പക്ഷേ ഉച്ചാരണത്തിൽ രണ്ടാണ്. അത് തന്നെയാണ് ഇവിടെയും. ഞാൻ ഓരോ വാക്കുകളുടെയും വ്യക്തമായ അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്ന മറ്റൊന്നുമല്ല, വെറുതെ ഓടിച്ചിട്ട് അറിയാനുള്ളതല്ല ഒന്നും എന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിലെ എല്ലാ
ഇതിലും വിശദീകരണങ്ങൾ വരുന്നത്. ചിലരെങ്കിലും ചിന്തിക്കും ഇത്രയധികം വിശദീകരണം കൊടുക്കുന്നത് എന്തിനെന്ന്. കാരണം അറിവുള്ളവരെ സംബന്ധിച്ചോളം വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്തവരെ സംബന്ധിച്ചോളം വിശദീകരണം അനിവാര്യമാണ്. അതേ ഇലാഹ് നമ്മൾ പറഞ്ഞു, ഇലോഹിം പറഞ്ഞു, ഇലോഹ് പറഞ്ഞു. അതെ, അൽ പ്ലസ് ഇലാഹ് അതാണ് അൽ ഇലാഹ്, അല്ലാഹ് എന്ന രീതിയിൽ വരുന്നത്. ഇത് കാലക്രമേണ ചുരുങ്ങിയാണ് അൽ ഇലാഹ് അൽ ഇലാഹ് പറഞ്ഞ് അല്ലാഹ് എന്ന രീതിയിലേക്ക് വരുന്നത്. അതായത് അൽ ഇലാഹ് കൂടിച്ചേർന്നപ്പോൾ അത് അല്ലാഹ് എന്ന രീതിയിൽ വന്നു. ഏകദൈവം, ദി ഗോഡ് എന്ന അർത്ഥമാണ് പല ഭാഷാ പണ്ഡിതരും പറയുന്നത്. നാം ഗോഡ് എന്നാ പറയുന്നല്ലേ, ദി ഗോഡ് എന്ന് പറയില്ല. ചിലർ ബൈബിൾ എന്ന് പറയും, ദി ബൈബിൾ എന്ന് പറയില്ല. ദി ഖുറാൻ, ഞാനതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്, അത് വരികയാണ്. അപ്പൊ നാം ചോദിക്കും, ഈ അല്ലാഹ് എന്ന പദം ഇസ്ലാം വന്നത് AD 610 ഈ 610 മുമ്പ് അല്ലാഹ് എന്ന പദമുണ്ടോ? എനിക്ക് പറയാനാവും അതെ. ഭാഷാ പണ്ഡിതർക്ക് പറയാനാവും അതെ. ഇസ്ലാമിന് മുമ്പുള്ള അറബിയിലും അല്ലാഹ് എന്ന പദം ഉപയോഗിച്ചിരുന്നു. ചരിത്രപരമായി പല അറബികളും അല്ലാഹ് എന്ന പദത്തെ പരമദൈവത്തെ അംഗീകരിച്ചു എന്ന് തന്നെയാണ്. കാരണം നാം ചിന്തിക്കേണ്ടത് സയൻസ് പരമായി ചിന്തിക്കുകയാണെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഭൂമി ഉണ്ടായതെന്നും മനുഷ്യനുണ്ടായെന്നും അറിയാം. ഇപ്പോൾ നാം പറഞ്ഞു യഹൂദ മതം വന്നത് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് ആയുള്ളൂ. മുസ്ലിം മതം വന്നതോ AD 610 അതിനു മുമ്പേ മനുഷ്യനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുമതമില്ലെന്നാണ്. അപ്പോ അതിനൊക്കെ മുമ്പേ മതങ്ങളില്ലേ, ദൈവങ്ങളില്ലേ? ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഞാൻ ഈ വാക്കിലേക്കാണ് വരുന്നത്. അല്ലാഹ് എന്ന പദം ഇസ്ലാം മതത്തിനും മുമ്പിൽ ഉണ്ട് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞിരുന്നു, അറബിയിൽ ദൈവത്തിനെ ക്രിസ്ത്യൻസ് പറഞ്ഞിരുന്നതും യഹൂദർ പറഞ്ഞിരുന്നതും അല്ലാഹ് എന്ന് തന്നെയാണ് എന്ന് ചിന്തിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലാണ് വ്യത്യാസം. അല്ലാഹു, ഇലോഹ് എന്നുള്ള പേരിലല്ല, ദൈവത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ്. ക്രൈസ്തവർ ത്രിത്വത്തിലുള്ള ഏകദൈവത്തെയാണ് വിശ്വസിക്കുക. മുസ്ലിങ്ങളോ തൗഹീദ് ആണ് പഠിപ്പിക്കുന്നത്, അതായത് ദൈവത്തിന്റെ ഏകത്വം. ഇനി അല്ലാഹുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 3 പദങ്ങൾ നമുക്ക് നോക്കാം. ഇലാഹ്, ദൈവം, അത് പൊതുവായ അർത്ഥമാണ്. അല്ലാഹ്, ഏകദൈവം, ദി ഗോഡ്. അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസൻ. അബ്ദ്, ദാസൻ, അല്ലാഹ്, ദൈവം. അപ്പോ അല്ലാഹു ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദാസൻ. നമ്മൾ അബ്ദുള്ള എന്നൊക്കെ പേരിൽ ഇടാറില്ലേ? ചില സിനിമകളിൽ മാത്രമല്ല, എവിടെയും. പിന്നെ മറ്റൊരു തലത്തിലേക്ക്, കാര്യം ഇസ്ലാം മതത്തിന് മുമ്പുള്ള, അതായത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള കാലങ്ങളില കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര്. അബ്ദ് അല്ലാഹ് ഇബിൻ അബ്ദ് അൽ മുത്തലബ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. എന്താണ്? അബ്ദ് അല്ലാഹ് ഇബിൻ അബ്ദ് അൽ മുത്തലിബ്. മുത്തലിബ് എന്നാണ് പലപ്പോഴും പലതിലും പറയാറുള്ളത്. ഏതാണ്? അബ്ദുല്ലാഹ്. അപ്പോ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അല്ലാഹു എന്ന പദം എന്നറിയാം. അതായത് അറബിയിൽ ഇസ്ലാമിന് മുമ്പും ഈ പദമുണ്ടെന്നുള്ളതിന്റെ ചരിത്ര സാക്ഷ്യമാണ് ഇതെന്ന് അറിയാം. ഖുറാൻ, ഖുറാൻ എന്ന പദം, കാര്യം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ഖുറാൻ, ഖുറാൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ചിലര് ഖുറാൻ എന്ന് പറയുമ്പോൾ ഹു ഇട്ടിട്ട് റാ ഇട്ട് ഇൻ, അതാണോ ഖുറാൻ പറയേണ്ടത്, എഴുതേണ്ടത്? അല്ല, ഖുർആൻ എന്നാണ് എഴുതേണ്ടത്. നമ്മൾ പലരും അങ്ങനെ എഴുതി പോകുന്നുണ്ട്. പക്ഷേ ശരിയായ അറബി പേരെന്ന് പറയുന്നത് അൽ ഖുറാൻ എന്നാണ്. അൽ ഖുറാൻ, അൽ ഹൈഫൺ ഖുറാൻ ആണ്
ഖുറാൻ എന്ന് മനസ്സിലാക്കുക. മുസ്ലിം ആയാലും മറ്റുള്ള മതത്തിലുള്ളവരായാലും അറിയുക അൽ ഖുറാൻ എന്നാണ്. അൽ എന്ന് പറയുന്നത് ദി എന്ന രീതി തന്നെയാണ്. അൽ എന്നത് അറബിയിലെ നിശ്ചിത ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ നാം ദി ഉപയോഗിക്കുന്നില്ല പലതിനും. അപ്പൊ അതുപോലെ തന്നെയാണ് അറബിയില് ഉള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് അൽ എന്നത്. അതാണ് പലതിലും മുസ്ലിം പേരുകളിൽ പലതിനും അൽ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ പറയുന്നത് വേണമെങ്കിൽ ദി മാറ്റാം. ദൈവത്തെ പറയുമ്പോൾ ദി ഗോഡ് ആവുന്നു. അതുപോലെ ബൈബിളിനെ പറ്റി, ക്രൈസ്തവരുടെ ഗ്രന്ഥമായ ബൈബിളിനെ പറ്റി പറയുമ്പോൾ ദേ എന്ന് പറയുന്നു. എൻ്റെ അർത്ഥം പറയും ദി ബുക്ക്. അപ്പൊ ചില വാക്കുകൾക്ക് അതിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ആക്ച്വലി ദി എന്ന പദത്തിന് സമാനമാണ് അൽ എന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത് ഇത് ഒട്ടനവധി മുസ്ലിംസിനും അറിയാത്ത ഒന്ന് തന്നെ ആകാം. അപ്പൊ ഇത് ഇസ്ലാം മതത്തിന് പുറത്തുള്ളവർക്ക് മാത്രമല്ല, ഇസ്ലാം മതത്തിലുള്ളവർക്കും ഇത് ഗുണപ്രദമാകും എന്നോട് ചിന്തിക്കുക. ഇനി ഖുർആൻ എന്നതിൻ്റെ അർത്ഥം വരുമ്പോൾ പാരായണം, വായിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അൽ ഖുർആൻ ആണെങ്കിലോ ആ പാരായണം, ആ വിശുദ്ധ ഗ്രന്ഥം ദി ഖുർആൻ എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പോ ദി ബുക്ക് അതിനെ പറയുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? അൽ കിതാബ്. അൽ കിതാബ് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ പറയുന്നത് ദി ബുക്ക്. അപ്പൊ അൽ കിതാബ്. ഇപ്പൊ നമ്മള് ഒരു മസ്ജിദ് അല്ലെങ്കിൽ മോസ്കിനെ പറ്റി പറയും. അപ്പൊ ദി മോസ്ക് എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അവിടെ എന്തായിരിക്കും പറയുന്നത്? അൽ മസ്ജിദ്. അൽ മസ്ജിദ് എന്നാണ് പറയുക. അപ്പൊ ഒരു കിങ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കിങ്ങിനെ വെറും കിങ് എന്നാണ് പറയുക, ദി കിങ് എന്നാണ് പറയുക. അവിടെ അറബി ഭാഷ വരുമ്പോഴോ അൽ മലിക്. അൽ മലിക് എന്നാണ് പറയുക. അവിടെയും ദി രാജാവിനെ. ഖുറാൻ ദി ഖുറാൻ ആകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദൈനംദിന ഉപയോഗത്തിൽ മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ഖുർആൻ എന്ന് മാത്രം പറയുന്നത് സാധാരണമാണ്. ഖുറാൻ എന്ന് പറയുന്നത് സാധാരണമാണ്. ഇംഗ്ലീഷും ദി ഖുറാൻ എന്ന് പറയാറുണ്ട്, ഖുറാൻ എന്നും പറയാറുണ്ട്. അതിൻ്റെ ഒന്നും വിശുദ്ധി നഷ്ടപ്പെടുന്നില്ല നാം ദി ഉപയോഗിച്ചില്ലെങ്കിലും എന്ന് ചിന്തിക്കുക. ഇനി ഖുറാന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതിനേക്കാളും അതിലെ ചില കോമൺ രീതി പറയാം. ചിലർ പറയും ആയത്തുകൾ എന്ന് പറയുന്നു, ചിലർ സൂറകൾ എന്ന് പറയും. എന്താണ് അതെന്ന് നാം അറിയണം. ആയത്ത് എന്നാൽ അടയാളം, അതായത് സൈൻ എന്നാണ് അർത്ഥം. അത്ഭുതത്തിന്റെ അടയാളം എന്നാണ്, തെളിവ് എന്നാണ്. ഖുറാനിൽ നോക്കുമ്പോൾ ഒരു വാക്യത്തെയോ ഒരു ശ്ലോകത്തെയോ, അതായത് വേഴ്സ് പറയുന്നത് ആയത്ത് എന്നാണ് പറയുക. സൂറത്ത് അൽ ഫാത്തിഹ അത് ആയത്ത് ഒന്നാണ്, അതായത് വാക്യം. ഖുറാനിലെ വാക്യമാണ് സൂറത്ത് അൽ ഫാത്തിഹ, ആയത്ത് 1. സൂറത്ത് അൽ ബഖറ അതായത് ആയത്ത് 255. ഇത് പ്രശസ്തമായ ആയത്തുൽ കുർസിയാണ്. ഖുറാനിലെ അധ്യായങ്ങളെ നാം പറയുന്നത് സുറ എന്നാണ് പറയുക. ഖുറാനിലെ അധ്യായങ്ങളെ, ബൈബിളിലെ അധ്യായങ്ങൾ എന്ന് പറഞ്ഞു പോകും, ചാപ്റ്റർ എന്ന് പറഞ്ഞു പോകും. ഇവിടെ സുറ എന്നാണ് പറയുന്നത്, ആയത്തിന് വാക്യമെന്നും. ഖുറാനിൽ എത്ര സുറകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 114 സുറകളാണ് ഉള്ളത്. സൂറ, ആദ്യ സൂറ എന്ന് പറയുന്നത് അൽ ഫാത്തിഹ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവസാന സൂറ എന്ന് പറയുന്നത് അൽ നാസ് ആണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും അവർ പറയും, അതായത് LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പോലും 6236 ആയത്തുകൾ എന്ന് പറയും, എത്ര ആയത്തുകൾ ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ മറ്റ് പല മതങ്ങളിലും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ എത്ര അധ്യായമുണ്ടെന്ന് നോക്കിയാൽ പറയില്ല.
എത്ര ബുക്കുകളുണ്ടെന്നെങ്കിൽ പറയില്ല, എത്ര വാക്യങ്ങളുണ്ടെന്ന് പറയില്ല. പക്ഷേ ഇസ്ലാം മതത്തിന്റെ പ്രത്യേകതയാണ് അത്. അവർ മതപരമായ എല്ലാ കാര്യങ്ങളും അവർ കാണാപ്പാഠമാണ്. 6236 ആയത്തുകൾ എന്ന് പറയുമെങ്കിലും ചില ട്രഡീഷനുകളിൽ ബിസ്മില്ലാഹ്, അതായത് ഓരോ സൂറയുടെ തുടക്കത്തിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദത്തിന് പ്രത്യേക ആയത്തായി എണ്ണുന്നതിലോ അല്ലാതെയുള്ള ചില വ്യത്യാസങ്ങൾ കാരണം ചിലതിൽ 6214 എന്ന് പറയാം, അത് തുടങ്ങി 6236 വരെ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ചിലർ പറയും, ദേ ഇദ്ദേഹം പറഞ്ഞത് 6236 പക്ഷെ അത്രേ ഇല്ലല്ലോ, 6214 അല്ലെങ്കിൽ 6830 അങ്ങനെയാണെന്ന്. അപ്പൊ ആ വ്യത്യാസമാണ് വരുന്നത്. 6214 6236 ഇടയ്ക്കാണ് ആയത്തുകൾ. കൃത്യമായി പറഞ്ഞാൽ 6236. ഏറ്റവും വലിയ സുറ എന്ന് പറയുന്നത് സുറ അൽ ബഖറ ആണ്. അതിലുള്ളത് 286 ആയത്തുകളാണ്. ഏറ്റവും ചെറിയ സുറ എന്ന് പറയുന്നത് സുറ അൽ ഖത്തറാണ്. അതിൽ വെറും 3 ആയത്തുകളേ ഉള്ളൂ. ബൈബിളിൽ 117 എന്ന് പറയുന്നത് വെറും 2 വാക്യമേ ഉള്ളൂ. എന്നാൽ വലിയ സങ്കീർത്തനമായ 119 ആണെങ്കിലോ 176 വാക്യങ്ങളാണ്. അപ്പൊ എവിടെയും വലിയ പുസ്തകങ്ങളും ചെറിയ പുസ്തകങ്ങളും ഉണ്ട്, ചെറിയ അധ്യായങ്ങളും വലിയ അധ്യായങ്ങളും ഉണ്ട് എന്ന് തന്നെ അറിയുക. ഇവിടെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ 114 സൂറകളുടെയും ഡീറ്റെയിൽസ് തരാം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. ഇനി പറയുന്നത് 5 പില്ലേഴ്സ് ആണ്, വിശ്വാസ സ്തംഭങ്ങളാണ്, അടിസ്ഥാന സ്തംഭങ്ങളാണ്. അടുത്തത് 5 നമസ്കാരങ്ങളാണ്. അങ്ങനെ നീളുകയാണ്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ.